എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സിഫിനെ പറ്റിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് OETയും അതുപോലെ IELTSും ഇല്ലാതെ ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ട ആർക്കൊക്കെ ഇപ്പം നമ്മുടെ ആ വർക്ക് സെറ്റിങ്ങിൽ ആർക്കൊക്കെ അത് സൈൻ ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ലൈൻ മാനേജർ. അപ്പോൾ ഫസ്റ്റ് ലൈൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്യൂട്ടി കാര്യങ്ങൾ ഒക്കെ ഇടുകയും അതുപോലെ നമ്മുടെ ജോലി ആയിട്ട് സംബന്ധമായിട്ട് നമുക്ക് എപ്പോഴും നിർദ്ദേശങ്ങളും ഇതും തന്നെ ആളുകളാണ് ഫസ്റ്റ് ലൈൻ മാനേജർ. അപ്പോൾ അത് NHSൻ്റെ ഇതിലാണ് വരുന്നതെങ്കിൽ അത് ബാൻഡ് 6, 7, 8. NHSൻ്റെ അല്ലാത്തതാണെങ്കിൽ അത് ഡെപ്യൂട്ടി മാനേജർ, നോൺ NHS ഈക്വലൻ്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ, ക്ലിനിക്കൽ ലീഡ്, പ്രാക്ടീസ് ലീഡ്, കെയർ ഹോമിൻ്റെ ആണെങ്കിൽ കെയർ ഹോം മാനേജർ. അപ്പോൾ നോൺ NHSൻ്റെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവർ ഇതിലെന്നാ പറഞ്ഞാൽ നമ്മുടെ ലിസണിങ് സ്പീക്കിംഗ് ആണ് മെയിനായിട്ട് അവർക്ക് NMCയിൽ നിന്ന് ഇമെയിൽ വരണത്. അപ്പോൾ അവർ ആ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IELTSും OET ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവരുടെ ബാൻഡുകളിലുള്ളവർ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡയറക്ടർ ഓഫ് നേഴ്സിങ്ങിൻ്റെ ഇതിലാണ് സമയം വരുന്നത്. അപ്പോൾ അവരൊരു കൗണ്ടർ സൈനും കൂടെ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് വേണ്ടി ഫസ്റ്റ് സൈൻ ചെയ്ത ലൈൻ മാനേജർ കൗണ്ടർ സൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് മുകളിലുള്ള ആളുകൾക്കാണ് സൈൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അതിൽ വരണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ സൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ NHSൻ്റെ ഇതിലാണെങ്കിൽ ബാൻഡ് 8ഉം അതിൻ്റെ എബോവും. അപ്പോൾ മാനേജർ, റീജിയണൽ മാനേജർ, ഡയറക്ടർ അങ്ങനെയുള്ള ആളുകൾക്ക് നേഴ്സിംഗ് ഹോമുകളിലും പറ്റും. അപ്പോൾ കൗണ്ടർ സിഗ്നേച്ചറി എപ്പോഴും വേറെ ആളായിരിക്കണം. നമുക്ക് ആദ്യം ചെയ്ത ലൈൻ മാനേജർ തന്നെ കൗണ്ടർ സൈൻ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ ബോത്ത് മാനേജേഴ്സ് NMC പിൻ നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെ ഈ NMCയിൽ അപ്ലോഡ് ചെയ്യാനുള്ള എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്റ്റും ലെറ്റർ. ഇപ്പോൾ നമ്മൾ പഠിച്ച നേഴ്സിംഗ് കോളേജിലോ സ്കൂളിലോ നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ നമ്മൾ എക്സാമൊക്കെ എഴുതിയത് ഇംഗ്ലീഷിലാണെന്നുള്ളതിൻ്റെ രേഖയാണ്. അപ്പോൾ അത് ട്രാൻസ്ക്രിപ്റ്റും ലെറ്ററാണ് അതിനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് സിഫിനെ പറ്റി. ഇപ്പോൾ സിഫ് ചെയ്യാവുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയകൾ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും സിഫിലൂടെ NMC രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.